തൃശൂരിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പോഞ്ഞനം സ്വദേശിക്ക് 15,000 രൂപ നഷ്ടമായി. സെപ്റ്റംബർ 27-നാണ് തട്ടിപ്പുണ്ടായത്. കഴിഞ്ഞ മാസം 21-ന് നറുക്കെടുത്ത ലോട്ടറിയുടെ 3 ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിരുന്നു. അമൽ, ആ തട്ടിപ്പ് രീതി എങ്ങനെയാണ്? കശ്മീർ കഴിഞ്ഞ 27-ാം തീയതിയാണ് കാട്ടൂരിലെ തേജസ് എന്ന വ്യക്തിയുടെ ലോട്ടറി സെന്ററിൽ ബൈക്കിലെത്തിയ ഒരാൾ തനിക്ക് ടിക്കറ്റ് അടിച്ചു, 5,000 രൂപയുടെ സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് കൈമാറുകയും പണം കൈപ്പറ്റുകയും ചെയ്ത സാഹചര്യമുണ്ടായി. പിന്നീട് ലോട്ടറി ഏജൻസിയിൽ കൊണ്ടുപോയി ഈ ടിക്കറ്റ് കാണിച്ചപ്പോഴാണ് തനിക്ക് തന്നെ പറ്റിച്ചിരിക്കുകയാണ് എന്ന് തേജസിന് മനസ്സിലാവുകയും തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 5,000 രൂപ ആലപ്പുഴയിൽ നിന്ന് 21-ാം തീയതി അടിച്ച ലോട്ടറിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അപ്പൊ ആ ലോട്ടറി അടിച്ച ആളോട് അറിഞ്ഞുകൊണ്ടല്ലേ അതിനെ ആ തട്ടിപ്പ് നടക്കൂ? ആ ലോട്ടറി അടിച്ച ആൾ കൊടുത്താലേ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റൂ? ഹാഷ്മി, പലപ്പോഴും നമ്മുടെ ഏജൻസികളിലെല്ലാം അടിച്ച ലോട്ടറികൾ ഒരു പരിധി വരെ ഏജൻസികളിൽ ചില ലോട്ടറികൾ ഇരിക്കുന്ന ലോട്ടറികൾക്ക് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ലോട്ടറി വാങ്ങിക്കൊണ്ട് പോകുന്ന വ്യക്തികൾക്കും ലോട്ടറി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോട്ടറി അടിച്ച ലോട്ടറിയുടെ കോപ്പി ഇയാൾക്ക് കിട്ടിയത് എന്ന കാര്യം അന്വേഷിക്കുന്നതാണ്. എന്തായാലും പലവിധ തട്ടിപ്പുകളാണ്. അടിച്ച ലോട്ടറി അതിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ്, സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ പറ്റത്തില്ല, കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് കൊണ്ടുപോയി ലോട്ടറി അടിച്ചതുകൊണ്ട് പൈസ മേടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പല തട്ടിപ്പുകൾ, പലവിധ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിവരങ്ങളാണ് അമൽ സുരേന്ദ്രൻ നൽകിയത്. 15,000 രൂപ ആണ് ഒരു ലോട്ടറി നഷ്ടമായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.